നാണമില്ലേടി നിനക്ക് ആ തൊണ്ടക്കുഴി കൂടെ ഈ ആഹാരം കുത്തി ഇറക്കുവാൻ? നിന്റെ വീട്ടിലുള്ളവർക്ക് അണ്ണാക്കിൽ വിട്ടു കൊടുക്കുക, ഇതിൽ നിന്ന് വാങ്ങുന്ന ശമ്പളം കൊണ്ട് ഇട്ട് കൊടുക്കുക. നിനക്ക് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഞാൻ വിളനാടൻ വിനീഷ്. ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് അല്ലേ? നമ്മൾ ഇപ്പൊ 2025 ജീവിക്കുന്നത് എന്ന് പറയുന്നെങ്കിലും ഇന്നും പലവരെ അടിച്ചമർത്തലുകളുടെയും അതേപോലെ പലവരുടെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയൊക്കെ നമ്മുടെ നാട് പുരോഗമനത്തിന് മുന്നിൽ വന്നാലും അവിടെ പാവപ്പെട്ടവനുള്ള അധിക്ഷേപം ഉണ്ടല്ലോ, അത് അതികഠിനമാണ്, ക്രൂരമാണ്. പക്ഷെ അത് കണ്ടിട്ടും കണ്ടില്ലാതെ വെക്കുന്ന ഒരു നാടാണ് നമ്മളുടെ കേരളം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അതിന് പറയാൻ കാരണമല്ല, ഇന്നും ജാതീയപരമായിട്ടും താഴ്ത്തട്ടിൽ നിൽക്കുന്നവരെയും വേർതിരിച്ച് കാണുന്ന ഒരു നാടായി നമ്മളുടെ കേരളം മാറിയിട്ടുണ്ട്. സത്യം പറയാണ്. അതിന് ഞാൻ ഈ ചുമ്മാ നിങ്ങളുടെ അടുത്ത് വന്ന് ഓരോ വീഡിയോ കാരണം ഞാൻ പറയാറില്ല. അതിന് ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിൽ ഇന്ന് നടന്ന ഒരു കാരണം നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം. നിങ്ങൾ അത് കേട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. ഇതിൽ കേട്ടത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും ബാക്കി നിങ്ങൾക്ക് കേൾക്കാൻ തോന്നില്ല. മനസ്സിലായില്ലേ? കാരണം അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണുക. ഹോസ്റ്റൽ വിട്ട് വീട്ടിലെത്തിയ തോട്ടകം സ്വദേശി ജയനാഥ് സിനിമോൾ ദമ്പതികളുടെ മകൾ 7ാം ക്ലാസ്സുകാരി അനുശ്രീ ദുരനുഭവങ്ങൾ പങ്കുവച്ചത് നിറകണ്ണുകളോടെ. ഫുഡ് കഴിക്കാൻ നേരത്ത് അവിടെ ഒന്നും കിടക്കാനൊന്നും പാടില്ല, ഡൈനിങ് ഹാളിൽ നിന്നൊന്നും സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ചെന്ന് ഇരിക്കാൻ ചെന്നപ്പോ ഓട്ടോനെ കാലെടുത്ത് വെച്ചവിടെ. അപ്പൊ എനിക്ക് സങ്കടമായപ്പോ ഞാൻ കിടന്ന് കുറെ കരക്കുക. അപ്പൊ അതിന് കുറെ തല്ലി. ഹോസ്റ്റൽ വാർഡനും റെസിഡന്റ് ട്യൂട്ടർക്കുമെതിരെയാണ് പരാതി. നിസ്സാര കാര്യങ്ങൾക്ക് വടികൊണ്ടുള്ള അടിയും അപമാനിക്കലും പതിവാണെന്ന് മറ്റു കുട്ടികളും പറയുന്നു. അനുശ്രീയുടെ സഹോദരി ആദിശ്രീയും ഹോസ്റ്റൽ താമസം മതിയാക്കി. കണിച്ചുകുളങ്ങര സ്വദേശി വിദ്യാ വിപിൻകുമാർ ദമ്പതികളുടെ 2 മക്കളും ഹോസ്റ്റൽ താമസം ഒഴിവാക്കി. ഇങ്ങനെ അടുത്തിടെ 6 പേരാണ് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയത്. പാത്രം കഴുകുമ്പോൾ വെള്ളം തറയിൽ വീണതിനും പഴത്തൊലി ഊണുമേശയിൽ കിടന്നതിനും രാവിലെ പത്രം ഗേറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരാത്തതിനും അടി വാങ്ങുന്നതായി കുട്ടികൾ പറയുന്നു. എന്നെ ഭയങ്കരമായിട്ട് തല്ലുമായിരുന്നു, വഴക്കൊക്കെ പറയുമായിരുന്നു. അത് കാരണം ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഫുഡ് കഴിച്ചില്ലെങ്കിൽ എല്ലാം ഫുഡിന്റെ ഇച്ചിരി അവിടെ താഴ്ത്തി വീണാലൊക്കെ തല്ലുമായിരുന്നു. അടിവെച്ച് തല്ലും, കൈയൊക്കെ തടിച്ചു തീർത്തൊക്കെ വരും. ഒരു +1 വിദ്യാർത്ഥിനിയെ രാത്രി 7-ന് ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിട്ടതായും പരാതിയുണ്ട്. 5ാം ക്ലാസ് മുതൽ +2 വരെ 25-ലധികം വിദ്യാർത്ഥിനികൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഹോസ്റ്റലിൽ ഈ വർഷം 16 പേർ മാത്രമാണ് എത്തിയത്. കുട്ടികളുടെ പരാതിയിൽ അന്വേഷണവും തിരുത്തലും ഉണ്ടാകണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ഈ രക്ഷകർത്താക്കൾ അവിടെ വരാൻ പാടില്ല, പിള്ളേരെ കാണാൻ പാടില്ല. എല്ലാ ദിവസവും, ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പിള്ളേരെ തല്ലുകയും മയക്കുകയും ചെയ്യാറ് പതിവാണ്. രക്ഷിതാക്കളുടെ പരാതി പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ ഓഫീസറെ അറിയിച്ചതായി നഗരസഭാ വാർഡിലെ CPM അംഗം കവിത രാജേഷ് അറിയിച്ചു. അപ്പൊ നിങ്ങൾ ഈ കേട്ടതാണ് യഥാർത്ഥ കാര്യം. പീഡനം, അത് പീഡിപ്പിക്കുകയാണ്. എത്ര നമ്മളെ നാട് 2025 അല്ല, 2030 അല്ല, ഇനി 2050 ആയിരുന്നാലും ഈ നാട്ടിൽ ഇമാതിരി പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതിന് ഒരു മാറ്റവുമില്ല. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഇവന്റെയൊക്കെ മനസ്സിലടങ്ങിയിരിക്കുന്ന ജാതീയമായ ചിന്തയാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിലായില്ലേ? ഇവിടെ ജാതിയെ പറയണം എന്നുള്ള ഒരു കാര്യം, ഈ നല്ലവരായ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ പേര് എനിക്കുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളെ പറയിപ്പിക്കുന്ന ഇതുപോലെ 1-2 ആൾക്കാരായിരിക്കും. ഈ കുഞ്ഞുങ്ങളുടെ ഇത്രയും പീഡനം ചെയ്യാൻ വേണ്ടി എന്താണോ അവരവിടെ ചെയ്തത്? ഈ കുഞ്ഞുങ്ങളും ഈ സ്ഥാപനവും ഇല്ലായിരുന്നെങ്കിൽ ഇതിന്റെ പേരിൽ നീയൊക്കെ വാഞ്ച് നക്കി തിന്നുമായിരുന്നോ ഒരു പിടിച്ചോറ് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്. ഇത്രമാത്രം അധിക്ഷേപിക്കുന്നു, ഇത്രമാത്രം അവരെ അവിടെ ആയിട്ട് ഒരു അടിമപ്പണി പോലെ ചെയ്യിപ്പിക്കുന്നു, ഇത്രമാത്രം അവരെ ടാർഗറ്റ് ചെയ്യുന്നു, ഇത്രമാത്രം അവരെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇത്രമാത്രം അവരെ എന്തെല്ലാം നിങ്ങൾ ചെയ്യുന്നു? അവർ ഉപദ്രവിക്കുന്നു. അവരെ വീട്ടുകാരെ വരാൻ പാടില്ല, ഫോൺ വിളിക്കാൻ പാടില്ല. ഇത് ഏത് രാജ്യമാണോ? ഇത് നമ്മുടെ ഇന്ത്യ തന്നെയാണോ? ഇത് നമ്മുടെ കേരളം എന്ന സംസ്ഥാനം തന്നെയാണോ? എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞ. പക്ഷെ ഇവളെ പോലെ ഉള്ളവർക്കൊക്കെ ഈ ജോലി കൊടുത്തിട്ട് ഈ ജോലി കയറിയിരുന്ന ഈ കുഞ്ഞുങ്ങളോട് ഈ ക്രൂരത ചെയ്യുന്നവളൊക്കെ എന്തായിരുന്നു മുക്കാലി കെട്ടിയിട്ട് അടിക്കണം. അതിന് നമ്മുടെ ഈ കേരളത്തിലുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഇവളൊക്കെ ഏറ്റവും വലിയ ധൈര്യം. ഇവക്കറിയാം കൂടിപ്പോയാൽ ഇതൊരു പ്രശ്നമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഏതുവരെ പോകുമെന്ന് എനിക്കറിയാം. കൂടിപ്പോയ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം സസ്പെൻഷൻ, അത് പകുതി ശമ്പളത്തോടു കൂടി ആയിരിക്കും എന്ന് 100% ഉറപ്പാണ്.
ഇല്ലെങ്കിൽ അടുത്തൊരു ട്രാൻസ്ഫർ, ഇതിലപ്പുറം ഇത് കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. പക്ഷെ ആ പിള്ളേർ അനുഭവിക്കുന്ന ആ പീഡനമുണ്ടല്ലോ, ആ പീഡനം മാനസികമായും ശാരീരികമായ ഒരു പീഡനം, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ആ ഒരു മനസ്സ് എത്രത്തോളം അത് ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? എത്രത്തോളം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ അത് ബാധിക്കുമെന്ന് പറയാം. അത് വളർന്നു വരുന്ന കുട്ടികളാണ്ടോ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരോ, എങ്ങനെയുള്ളവരോ, കറുത്തവരോ വെളുത്തവരോ, അതല്ല ഏത് വിഭാഗത്തിൽപ്പെട്ടവരോ ആയിക്കോട്ടെ, ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ടായിരിക്കും, പക്ഷെ അവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവൾ എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ. നിന്റെ നട്ടല് വെട്ടിയിട്ടാൽ അതിൻ്റെ അകത്ത് നിന്ന് പറഞ്ഞത് ചുവപ്പ് ചോരയല്ലേ? അതേപോലെ തന്നെ അവരുടെ ശരീരം എവിടെ നിന്ന് ഒരു നുള്ളു പൊടിഞ്ഞാലും അതിൽ നിന്നും വരുന്നതും ചോര തന്നെടോ. അതിൽ കൂടുതലൊന്നുമില്ല. നീ ഇപ്പോൾ ആശുപത്രി ഒരു ആക്സിഡന്റ് പറ്റി ചെന്നിടക്കും, നിനക്ക് ചോര വേണമ്പോൾ നിനക്ക് തന്ന ചോര ഏവന്റെ ജാതിയും മതവും നോക്കിയാണോ നീ അവിടെ സ്വീകരിക്കുന്നത്? തന്നെ അങ്ങനെ ഒരു കാലത്താണോ നമ്മൾ ജീവിക്കുന്നത്? അല്ലല്ലോ. പക്ഷെ ഇവളെ പോലെ ഉള്ളവർക്ക് സസ്പെൻഡ് ചെയ്തല്ല കളയേണ്ടത്, ഡിസ്മിസ് അടിച്ച് കൈ കൊടുത്ത് ഇവളൊക്കെ പേരിൽ കേസ് എടുക്കണം, കയറി ഇറങ്ങി നടക്കണം കുറച്ച് നാൾ കോടതിയിൽ. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇമാതിരി കാര്യങ്ങൾ ഈ കേരളത്തിൽ നടക്കും എന്നുള്ളത് 100-ൽ 150% ശരിയാണ്. ഇനിയും നടക്കും, ഇനി നടന്നുകൊണ്ടേയിരിക്കും. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് ഈ വരുന്നത് നാളെ ഇത് ഒരു വലിയ ഒരു കൂട്ടമായി ആക്രമിക്കുന്ന ഒരു കാലത്തിലോട്ട് പോകുമെന്നുള്ള 100% ഉറപ്പാണ്. 100-ൽ 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ വാക്കുകളുണ്ടല്ലോ, ഇതിനെ നെഗറ്റീവ് അടിക്കാൻ വരുന്ന പൊന്നു ചേട്ടന്മാരെ, ഞാൻ ഈ പറയുന്നത് ഒരു ജാതിയെ കുറ്റം പറയുന്നത്, ഒരു മതത്തിനെ കുറ്റം പറയുന്നില്ല. ചില ദുഷ്ട മനസ്സുകളുള്ള മനുഷ്യന്മാർ, പിറക്കാൻ പാടില്ലാത്ത മനുഷ്യന്മാരെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. അതിന് നെഗറ്റീവ് പറയാൻ ആരും വരണ്ട, മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ മാത്രം നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്നെ നല്ലതിനെ കുറിച്ച് എഴുതിയാൽ മതി. നിങ്ങളുടെ മനസ്സിൽ തോന്നണം ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ. നമ്മൾ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ എങ്ങനെയാണോ പറയാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മൾ പറയാൻ പഠിക്കണം. മനസ്സിലായില്ലേ? എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയണത് ഇതേപോലെ കുട്ടികൾക്കാണോ കൊടുക്കേണ്ടത്? മനസ്സിലായില്ലേ? എന്താണ് നമ്മളുടെ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഇതിന് വേണമെങ്കിൽ ഒരു ശാസ്ത്രീയമായ പഠനം വേണമെങ്കിൽ നമ്മൾ ഗവൺമെന്റ് നടത്തണം. എന്നിട്ട് അത്തരം വൈറസ് പിടിച്ചവരെ എന്താണ് ചെയ്യുന്നത്, ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കും പോലെ എന്തെങ്കിലും ഒരു, ഈ ജയിലൊന്നും അല്ല, അതിനപ്പുറം ജയിലൊന്നും അല്ല, അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. മനസ്സിലായില്ലേ? ഇന്നത്തെ കാലത്ത് ഇത്രയും ദുഷിച്ച ചിന്തകളും ഇത്ര ദുഷിച്ച പ്രവർത്തികളുമായി നടക്കുന്നവരെ ചെകുത്താനെന്ന് പോലും വിളിക്കാൻ യോഗ്യതയില്ല. കാരണം ചെകുത്താൻ പോലെ ഇത്രയും കാണിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇവളൊക്കെ തിന്നണത്, ഇവളെ വീട്ടുകാർ തിന്നണത്, ഇവളൊക്കെ ഉടുത്തൊരുങ്ങി നടക്കുന്നതും ഈ പാവപ്പെട്ട പിള്ളേർ പഠിക്കുന്ന ആ ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന ഇവരുടെ ശമ്പളമാണ്. മനസ്സിലായില്ലേ? ഈ ശമ്പളം ഇവർക്ക് അവിടെ കൊടുക്കുന്നത് ഇവർ ആ ഡ്യൂട്ടിക്കാണ്, ഇവരെ നോക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവരെ പേരിൽ പൈസ മാറ്റി ഇവരെ ഉപദ്രവിച്ചിട്ട് നാണമില്ലേടി നിനക്ക്? ആ തൊണ്ടക്കുഴി കൂടെ ഈ ആഹാരം കുത്തി ഇറക്കുവാൻ, നിന്റെ വീട്ടിലുള്ളവർക്ക് അണ്ണാക്കിൽ വിട്ടു കൊടുക്കുക, ഇതിൽ നിന്ന് വാങ്ങുന്ന ശമ്പളം കൊണ്ട് ഇട്ട് കൊടുക്കുക, നിനക്ക് നാണമില്ലേ എന്ന് മാത്രമേ എനിക്ക് നിന്റെ അടുത്തൊക്കെ ചോദിക്കാനും പറയാനും ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. അതേപോലെ യൂട്യൂബിലാണ് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ ചെന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.